സൂരജ് വിദ്യാസമ്പന്നനായ ഒരു ചെറുപ്പക്കാരനാണ്. വാടക വീട്ടിൽ നിന്ന് കുടുംബത്തെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് അവന്റെ ആഗ്രഹം. അതിനായി അവൻ രാവും പകലും കഠിനാധ്വാനം ചെയ്തിരുന്നു. പക്ഷേ അവന്റെയും അവന്റെ സന്തുഷ്ട കുടുംബത്തിന്റെയും മേൽ ആരുടെ ദുഷ്ടദൃഷ്ടിയാണ് പതിച്ചത് എന്നറിയില്ല. കഴിഞ്ഞ 2 വർഷമായി സൂരജും കുടുംബവും ജയിലിൽ അവരുടെ ജീവിതം തള്ളി നീക്കുകയാണ്. സൂരജ്, നീ കാരണം തടവുകാർ വീണ്ടും ജയിൽ ലൈബ്രറിയിലേക്ക് വരുവാൻ തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ തടവുകാർ ദിവസം മുഴുവനും ജയിലിൽ ഗുണ്ടായിസം നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ പഠിക്കുന്നത് എല്ലാവർക്കും രസകരമാണ്. സർ, ഞാനും എന്റെ കുടുംബവും ഈ ജയിലിൽ കഴിയുന്നിടത്തോളം കാലം നമ്മൾ എല്ലാവരും എന്തെങ്കിലും ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നമുക്ക് ജയിലാണെന്നുള്ള കാര്യം മറക്കുവാൻ തന്നെ കഴിയും. നീയും നിന്റെ കുടുംബവും ഈ തടവുകാർക്കെല്ലാം ഒരു മാതൃകയാണ്. നിന്റെ അമ്മ ജയിൽ അടുക്കളയിൽ സഹായിക്കുന്നു. നിന്റെ അച്ഛനും ജയിലിൽ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും. സൂരജ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ ജയിലർ സാബ്. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കാണുമ്പോൾ പോലീസിന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിയമവിരുദ്ധ വസ്തുക്കൾ കണ്ടെത്തുവാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. ആ ദിവസം ശരിക്കും എന്താ സംഭവിച്ചത്? ജയിലർ സാബ്, ചിലപ്പോൾ ആ ദിവസം ഞങ്ങളുടെ ഭാഗ്യം മോശമായിരിക്കാം. കാരണം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടുടമസ്ഥനെ വിശ്വസിച്ചു. ആ രാത്രിയിൽ കനത്ത മഴയും കൊടുങ്കാറ്റും ഉണ്ടായിരുന്നു. ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയതേയുള്ളൂ. സൂരജ് മോനെ, വന്ന് ആഹാരം കഴിക്ക്. നിന്റെ അച്ഛൻ വിളിക്കുന്നു. അമ്മേ, ഞാനിപ്പോ വരാം. വാതിൽക്കൽ ആരോ ഉണ്ട്. ഈ സമയത്ത് ആരായിരിക്കും? ഞാൻ വാതിൽ തുറന്നതും മുന്നിൽ ഹൗസ് ഓണർ നിൽപ്പുണ്ടായിരുന്നു. അല്ല സൂരജ് മോനെ, നീ ഉറങ്ങിയില്ലല്ലോ അല്ലേ? ഇല്ലെങ്കിൽ വന്നാലും ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയായിരുന്നു. ഓ, അത് ശരി. വരൂ കിഷോർലാൽ ജി, ആഹാരം റെഡിയാണ്. വേണ്ട വേണ്ട, ഞാനിപ്പോ കഴിച്ചിട്ട് വന്നതേ ഉള്ളൂ. ഞാൻ എന്റെ ഭാര്യയുടെ അച്ഛന്റെ വീട്ടിലേക്ക് പോവുകയാ. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ തിരിച്ചെത്തും. ഈ ബ്രീഫ് കേസ് ഒന്നിവിടെ വയ്ക്കണമായിരുന്നു. എന്റെ കസ്റ്റമർ അബദ്ധത്തിൽ ഈ ബ്രീഫ് കേസ് കടയിൽ വെച്ച് മറന്നുപോയി. അവൻ നാളെ വരികയാണെങ്കിൽ നിങ്ങൾ ഈ ബ്രീഫ് കേസ് അവന് കൊടുക്കണം. ഓക്കെ അങ്കിൾജി, അതിങ്ങ് തരൂ. അതിനുശേഷം തട്ടിപ്പുകാരൻ കിഷോരിലാൽ കുറച്ചുനേരം സംസാരിച്ചു. ബ്രീഫ് കേസ് തന്ന ശേഷം അയാൾ കുടുംബത്തോടൊപ്പം 2 ദിവസത്തേക്ക് പുറത്തേക്ക് പോയി. അതേ രാത്രിയിൽ പോലീസ് ഞങ്ങളുടെ വീട് റെയ്ഡ് ചെയ്തു. ഞങ്ങൾ നിരപരാധികളാണെന്നും ബ്രീഫ് കേസ് ഞങ്ങളുടേതല്ലെന്നും ഞങ്ങൾ നിരന്തരം കരഞ്ഞു പറഞ്ഞു. പക്ഷെ പോലീസ് ഞങ്ങളുടെ വാക്ക് കേട്ടില്ല. ബ്രീഫ് കേസ് ഞങ്ങളുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തതിനാൽ ആ നിലവാരമില്ലാത്ത കിഷോരിലാൽ രക്ഷപ്പെട്ടു. ജയിലർ സാബ്, ഞാൻ ഒറ്റയ്ക്ക് ശിക്ഷ അനുഭവിക്കുമായിരുന്നു. പക്ഷെ എന്റെ വൃദ്ധരായ മാതാപിതാക്കളും ഈ വലയിൽ കുടുങ്ങിപ്പോയി. ഇന്ന് എന്റെ മാതാപിതാക്കളും എന്റെ മുഴുവൻ കുടുംബവും ജയിലിലാ ഉള്ളത്. വിഷമിക്കേണ്ട സൂരജ്, ഒരു ദിവസം കിഷോരിലാലിന് തന്റെ പ്രവൃത്തികൾക്കുള്ള ശിക്ഷ തീർച്ചയായും കിട്ടും. പോലീസിന് തെളിവ് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നീയും നിന്റെ കുടുംബവും ഇവിടെ നിന്ന് ഉടൻ പുറത്തുപോകും. സൂരജിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നു. നിരപരാധികളായിട്ടും കുറ്റവാളികളെപ്പോലെ ശിക്ഷ അനുഭവിക്കുന്ന തന്റെ മാതാപിതാക്കളെ കാണുമ്പോൾ അവന്റെ കണ്ണുകൾ നിറയുന്നു. സൂരജിന്റെ അമ്മ താമസിക്കുന്ന സ്ത്രീകൾക്കുള്ള ജയിലിൽ ഒരു അമ്മയും മകളും കൂടി തടവിലാണ്. അവരും ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുന്നു. പെട്ടെന്ന് ആ സ്ത്രീയുടെ ആരോഗ്യം വഷളാകുന്നു. അവരെ ജയിലിൽ ഡോക്ടറെ കാണിക്കുന്നു. പക്ഷേ ഇവർക്കിനി അധികം സമയമില്ല. ഇവരുടെ രോഗത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അതിനി ചികിത്സയില്ല. സോറി. എന്റെ ഗീതയെ ആരു നോക്കും? ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം എന്റെ മകൾ അനാഥയായി മാറും. അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. കുറച്ചു മാസങ്ങളുടെ കാര്യമല്ലേയുള്ളൂ. പിന്നെ നമ്മൾ ഈ ജയിലിൽ നിന്നും പുറത്തിറങ്ങും. ഇല്ല ഗീതേ, എനിക്കിനി അധിക സമയമില്ല. സുശീല സഹോദരി, ഈ ജയിലിൽ ഞാൻ എപ്പോഴും നിന്നെ എന്റെ സ്വന്തം പോലെയാണ് കരുതിയിരുന്നത്. എന്റെ മകൾ ഗീതയെ നീ നോക്കിക്കോളുമല്ലോ. അവളെ എപ്പോഴും നിന്റെ കൂടെ നിർത്തണം. കഴിയുമെങ്കിൽ എന്റെ മകളെ നിന്റെ മരുമകളാക്കൂ. ഗായത്രി, വിഷമിക്കേണ്ട. ഇന്നു മുതൽ ഗീത നമ്മുടെ മരുമകളാണ്. നമുക്ക് സൂരജിനെയും ഗീതയെയും ഇവിടെ ജയിലിൽ വെച്ച് വിവാഹം കഴിപ്പിക്കാൻ കഴിയും. എന്റെ ഈ തീരുമാനത്തിൽ നിനക്ക് എതിർപ്പൊന്നുമില്ലല്ലോ? അമ്മേ, എനിക്കൊരു എതിർപ്പുമില്ല. ഗായത്രി ആന്റിയും ഗീതയും നിർഭാഗ്യവശാലാണ് ഞങ്ങളെപ്പോലെ ഈ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നതെന്ന് എനിക്കറിയാം. ഗായത്രി അമ്മായി തന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി 15 വർഷം മുൻപ് ഭർത്താവിനെ കൊന്നു. പക്ഷെ അതൊരു അപകടമായിരുന്നു. ആ സമയത്ത് ഭർത്താവിനെ രക്ഷിച്ചിരുന്നുവെങ്കിൽ അവർക്ക് അവരുടെ മകളെ നഷ്ടപ്പെടുമായിരുന്നു. എനിക്കിന്നും ഓർമ്മയുണ്ട്. ഗായത്രി സഹോദരിയെ വിചാരണ ചെയ്യുമ്പോൾ ഗീതയ്ക്ക് അന്ന് 7 വയസ്സായിരുന്നു. മദ്യപാനിയായ ഭർത്താവിനെ കൊലപ്പെടുത്തിയെന്ന കുറ്റം ഗായത്രി സഹോദരിക്കെതിരെ ചുമത്തിയിരുന്നു. ആ സമയത്ത് ഗായത്രി സഹോദരി തന്റെ മകളെ തന്നോടൊപ്പം നിർത്തണമെന്നും അപേക്ഷിച്ചിരുന്നു. ഞാനെല്ലാം കേട്ടു സൂരജ് മോനെ. നിന്റെയും ഗീതയുടെയും വിവാഹം ജയിലിൽ വളരെ ആർഭാടത്തോടെ തന്നെ നടക്കും. ഗായത്രിയുടെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ കണ്ണുനീരായിരുന്നു. ഏതാനും സമയത്തിനു ശേഷം എല്ലാ തടവുകാരും വിവാഹ ഒരുക്കങ്ങൾക്കായി ഒത്തുകൂടുന്നു. അതേ ദിവസം വൈകുന്നേരം സൂരജിന്റെയും ഗീതയുടെയും വിവാഹം നടക്കുന്നു. സൂരജും ഗീതയും എല്ലാവരിൽ നിന്നും അനുഗ്രഹം വാങ്ങുന്നു. മകളെയും മരുമകനെയും അനുഗ്രഹിക്കാൻ ഗായത്രിയുടെ കൈകൾ ഉയർത്തി. അവർ അവരെ അനുഗ്രഹിച്ചതിനു ശേഷം ഗായത്രിയുടെ കഴുത്ത് ഒരു വശത്തേക്ക് ചരിഞ്ഞു. ഗായത്രി ലോകം വിട്ടുപോയി. പോകുമെന്നറിയാമായിരുന്നു. പക്ഷേ അമ്മ തന്നെയാണ്.
മിണ്ടാതിരിക്കൂ മകളെ. ഇന്നു മുതൽ ഞാൻ നിന്റെ അമ്മയാണ്. മിണ്ടാതിരിക്ക്. ഇപ്പോൾ അവൾ സമാധാനത്തോടെ പോയി. അല്ലെങ്കിൽ നിന്നെക്കുറിച്ചുള്ള വേവലാതിയിൽ അവൾ ശ്വാസം കിട്ടാണ്ട് മരിക്കുമായിരുന്നു. സൂരജിന്റെയും കുടുംബത്തിന്റെയും വളരെ വലിയ മനസ്സ് തന്നെയാണ്. ഇന്ന് അവർ കാരണം ഗീതയ്ക്ക് ഒരു തുണ കിട്ടി. അല്ലെങ്കിൽ ആ പാവം പെൺകുട്ടിക്ക് ഈ ലോകത്ത് വേറെ ആരും തന്നെ ഉണ്ടാകുമായിരുന്നില്ല സഹോദര. ഗായത്രിയുടെ അന്ത്യകർമ്മങ്ങൾ നടത്തുന്നു. ഗീതയുടെ അമ്മ പോയതിനു ശേഷം അവളുടെ ഭർത്താവിന്റെ വീട് ജയിലിലായിരുന്നു. അവൾ അമ്മായിയമ്മയോടൊപ്പം താമസിക്കാൻ തുടങ്ങി. സുശീല ഗീതയെ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ഗീത, ഇതാ മോളെ, എനിക്കറിയാം നിനക്ക് വിശപ്പ് കാണില്ല എന്ന്. എന്റെ ഒരു റൊട്ടി നീ കഴിക്ക്. പക്ഷേ അമ്മേ, രാവിലെ അമ്മ ഒന്നും കഴിച്ചില്ലല്ലോ. ശരി, എന്നാ പിന്നെ രണ്ടുപേർക്കും പകുതി വീതം കഴിക്കാം. അമ്മായിയമ്മയുടെയും മരുമകളുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നു. അപ്പോൾ ലേഡി ജയിലർ വരുന്നു. ഗീത, നിന്നെ ജയിലർ സാബ് വിളിക്കുന്നു. എന്നെയോ? ഗീത പേടിക്കുന്നു. അവൾ ധൈര്യത്തോടെ ജയിലറുടെ അടുത്തേക്ക് പോകുന്നു. ഗീത, നിന്റെ അമ്മ ഇനി ഈ ലോകത്തില്ല. അമ്മയില്ലാതെ ജീവിക്കാൻ നിനക്ക് ആഗ്രഹമില്ലായിരുന്നു. അതുകൊണ്ടാണ് നീ കുട്ടിക്കാലം മുതൽ ഈ ജയിലിൽ കഴിയുന്നത്. ഇനി നിനക്ക് ഈ ജയിലിൽ കഴിയുവാൻ കഴിയില്ല. മുകളിൽ നിന്നുള്ള ഓർഡറാണ്. പക്ഷേ ജയിലർ സാർ, എനിക്കെങ്ങനെ പുറത്തു പോകാൻ കഴിയും? എന്റെ ഭർത്തൃകുടുംബം ഈ ജയിലിൽ തന്നെയാണ്. ഞാൻ എന്റെ ഭർത്താവിനെയും കുടുംബത്തെയും എങ്ങനെയാണ് ജയിലിൽ ഉപേക്ഷിച്ചു പോകുന്നത്? ഗീത, നീ പുറത്തു പോകും. ഞാൻ ആഗ്രഹിക്കുന്നത് നീ പുറത്തു പോകാൻ തന്നെയാണ്. നിന്റെ ജീവിതം ഈ 4 ചുമരുകളിൽ തീർക്കാനുള്ളതല്ല. എന്നാൽ ഇവിടെ അമ്മയുണ്ട്, അച്ഛനുണ്ട്. നിങ്ങൾ എല്ലാവരും ഇല്ലാതെ ഞാൻ എങ്ങനെ പുറത്ത് ഒറ്റയ്ക്ക് ജീവിക്കും? ഗീത, എന്റെ കൂട്ടുകാരൻ വിഷ്ണുവിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവൻ നിന്നെ കൊണ്ടുപോകാൻ വരും. നീ അവന്റെ കുടുംബത്തോടൊപ്പം കുറച്ചു ദിവസം താമസിക്ക്. ജയിലർ സാബ് പറയുന്നത് നമ്മുടെ നല്ല പെരുമാറ്റം കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ ജയിലിൽ നിന്ന് മോചിതരാകുമെന്ന് തന്നെയാണ്. മരുമോളെ, പോകൂ. നമ്മെ കാത്തിരിക്കൂ. ഞങ്ങൾ ഉടൻ തിരിച്ചുവരും. തുടർന്ന് ഗീത എല്ലാവരോടും യാത്ര പറഞ്ഞ് ജയിലിന് പുറത്തേക്ക് വരുന്നു. സൂരജിന്റെ കൂട്ടുകാരൻ വിഷ്ണു ജയിലിന് പുറത്ത് അവളെ കാത്തു നിൽക്കുകയായിരുന്നു. ഗീതയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഭാര്യയ്ക്കും 2 വയസ്സുള്ള മകൾക്കുമൊപ്പമാണ് വിഷ്ണു താമസിച്ചിരുന്നത്. കുറച്ചു ദിവസത്തിനുള്ളിൽ ഗീത വിഷ്ണുവിന്റെ കുടുംബവുമായി സൗഹൃദത്തിലായി. എന്നാൽ അവൾ വളരെ ദുഃഖത്തിലായിരുന്നു. ഒരു ദിവസം ഗീത ക്ഷേത്രത്തിൽ നിന്ന് വിഷ്ണുവിനും ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം ഒരു ഓട്ടോയിൽ മടങ്ങുകയായിരുന്നു. അപ്പോൾ വിഷ്ണു സൂരജിന്റെ വീട്ടുടമസ്ഥനെ കാണുന്നു. ഗീത ചേട്ടത്തി, ഇതാ കിഷോരിലാൽ. ഇയാൾ കാരണമാ സൂരജും മംഗളും ആന്റിയും ഒക്കെ ജയിലിലായത്. കിഷോരിലാൽ ഒരു തെമ്മാടിയിൽ നിന്ന് സാധനങ്ങൾ നൽകി പണം വാങ്ങുകയായിരുന്നു. സത്യം പുറത്തുവന്നു. ഗീത പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അവസാനം ഗീതയുടെ പരിശ്രമം ഫലം കാണുന്നു. പോലീസിനെ ഭയന്ന് ആ വ്യക്തി കുറ്റം സമ്മതിച്ചു. യഥാർത്ഥ കുറ്റവാളി കിഷോരിലാൽ ജയിലിലാകുന്നു. ഗീത, ഇന്ന് നീ കാരണം എന്റെ കുടുംബം നിരപരാധികളാണെന്ന് തെളിഞ്ഞു. ഞങ്ങൾക്കെതിരായ എല്ലാ ആരോപണങ്ങളും തെറ്റായിരുന്നു. ഇത് കോടതിയിലും തെളിയിക്കപ്പെട്ടു. അതെ മരുമോളെ, നീ കാരണം ഇന്ന് ഞങ്ങൾക്ക് അന്തസ്സോടെ ജീവിതം നയിക്കുവാൻ കഴിയും. വിഷ്ണു, നിന്നെപ്പോലെയുള്ള ഒരു സുഹൃത്തുള്ള ഒരാൾക്ക് ഒരിക്കലും ദോഷം വരില്ല. വളരെ നന്ദിയുണ്ട് എന്റെ കൂട്ടുകാരാ. ദൈവമേ, നിനക്ക്1000 നന്ദി. അങ്ങ് നമ്മുടെ പ്രാർത്ഥന കേട്ടു. നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷം വീണ്ടും തിരിച്ചുവന്നു. സൂരജ് വീണ്ടും ജോലി ചെയ്യാൻ ആരംഭിച്ചു. പതിയെ പതിയെ എല്ലാം വീണ്ടും ശരിയായി. കാജളും വിനയും അയൽവാസികളാണ്. ചെറുപ്പം മുതലേ രണ്ടുപേരും സുഹൃത്തുക്കളും. ഒന്നിച്ച് ഒരു സ്കൂളിൽ പഠിച്ച് ഒരേ കോളേജിൽ നിന്നും ഗ്രാജുവേഷനും കഴിഞ്ഞു. അതുകാരണം രണ്ടുപേരുടെ ഇടയിലും സ്നേഹവും ഉണ്ടായിരുന്നു. അങ്ങനെ കാജൽ അമ്മായിയുടെ വീട്ടിൽ കല്യാണത്തിനു പോയപ്പോൾ 1 മണിക്കൂറിന് ശേഷം വിനയ് അവളെ കാണാൻ വന്നു. രാത്രി 11 മണിയായി. വിനയ് കാജളിന്റെ വീടിന്റെ വാതിലിൽ മുട്ടി. ഹാ വിനയ് മോനെ, നീ ഈ രാത്രി ഇവിടെ? അത് ആന്റി, നിങ്ങൾ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ? നിങ്ങൾക്ക് ഡിന്നർ കൊണ്ടുവന്നതാ. അമ്മ ചോറും കറിയുമൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കൂടെ കുറച്ച് റൊട്ടിയുമുണ്ട്. നിങ്ങൾ ഇതുവരെ ഒന്നും കഴിച്ചു കാണില്ലല്ലോ. താങ്ക് യു വിനയ്. കാജളിന്റെ അമ്മയ്ക്ക് കണ്ടപ്പോൾ മനസ്സിലായി. കുറെ നേരമായി വിനയും കാജളും രണ്ടുപേരും തമ്മിൽ നോക്കിക്കൊണ്ടേ നിന്നു. ഒരിക്കൽ സംസാരിക്കുന്നതിനിടയിൽ കാജളിന്റെ അമ്മ വിനയുടെ അമ്മയോട് പറഞ്ഞു, എടി സുമിത്രേ, ഞാൻ പറഞ്ഞില്ലേ കാജലിനു വേണ്ടി ഒരുപാട് ആലോചന നോക്കിയെന്ന്. പക്ഷേ കാജലിന് ഒരു ബന്ധത്തിനും ഇഷ്ടമാകുന്നില്ല. എനിക്ക് തോന്നുന്നു കാലങ്ങളായി വിനയും കാജലും തമ്മിൽ സ്നേഹത്തിലാണെന്ന്. നമ്മൾ 2 വീട്ടുകാരും ഒരു ബന്ധമുണ്ടാക്കിയാൽ എത്ര നന്നായിരുന്നു. അത് നല്ലതാ. പക്ഷേ എനിക്ക് ആലോചിക്കാൻ സമയം വേണം. വീട്ടിലെല്ലാവരോടും സംസാരിക്കണ്ടേ? വിനയുടെ അച്ഛനോട് ചോദിച്ചിട്ട് ഞാൻ പറയാം. ഹാ, കുഴപ്പമില്ല. നന്നായി ചിന്തിക്ക്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. കാജലിന്റെ അമ്മ സംസാരിച്ച് അവിടെ നിന്നും പോയി. കാജലിന്റെ അമ്മ വന്നിരുന്നു. വിനയുടെയും കാജലിന്റെയും ബന്ധത്തെപ്പറ്റി പറയാനാ. പക്ഷെ ഞാൻ പറഞ്ഞു നമുക്ക് ആലോചിക്കാൻ സമയം വേണമെന്ന്. ആലോചിക്കാനെന്താ? ഇത്രയും അടുത്തുള്ളവരെയൊന്നും ആലോചിക്കണ്ട. കുറച്ചൊക്കെ ദൂരം വേണ്ടേ 2 വീടുകളും തമ്മിൽ? അതാണ് ഞാനും ആലോചിച്ചത്. മധുവിനോടും ഞാൻ സംസാരിച്ചു.
അവളും പറയുന്നത് ബന്ധങ്ങളൊക്കെ ദൂരെയായി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും വരില്ല എന്നാണ്. എന്തു ചെയ്യും ഇപ്പോൾ? അവരോട് എന്തു പറയും? അമ്മേ, ഞാൻ ഉറപ്പിച്ചതാ, എനിക്ക് കാജലിനെ മതി, വേറെ ആരെയും വേണ്ട. നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ ഇരുന്ന് ചിന്തിച്ചോ. പക്ഷേ ഞാൻ ഉറപ്പിച്ചു, ഞാൻ കാജലിനെ കെട്ടു. ഇതെന്റെ അവസാന വാക്കാ. ഇത്രയും പറഞ്ഞ് വിനയ് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോയി. വിനയ് കാജലിനെ തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് വീട്ടുകാരും സമ്മതിച്ചു. അവരുടെ കല്യാണം കഴിഞ്ഞു. കാജൽ സന്തോഷത്തിലായിരുന്നു. കാരണം കാമുകനെ തന്നെ അവൾ കല്യാണം കഴിച്ചു. സന്തോഷമായി കാജൽ. ഇന്ന് നമ്മൾ ഭാര്യയും ഭർത്താവുമാണ്. നമ്മുടെ സ്വപ്നമല്ലായിരുന്നു. ഞാനും സന്തോഷത്തിലാണ് വിനയ്. ഐ ലവ് യു കാജൽ. ഐ ലവ് യു വിനയ്. അടുത്ത ദിവസം രാവിലെ കാജൽ വേഗം എഴുന്നേറ്റു. പക്ഷെ എല്ലാവരും ഉറങ്ങുകയായിരുന്നു. അവൾ വാതിൽ തുറന്ന് മിണ്ടാതെ അമ്മയുടെ വീട്ടിലേക്കും പോയി. കാജലിന്റെ അമ്മയും രാവിലെ തന്നെ എഴുന്നേറ്റിരുന്നു. കാജലിനും രാവിലെ എഴുന്നേറ്റ് തന്നെയാണ് ശീലം. കാജൽ ഇപ്പോഴും ചിന്തിക്കുന്നത് പഴയതുപോലെ തന്നെയാണ് തന്റെ വീടെന്ന്. എന്നാൽ അങ്ങനെയല്ല. കാജൽ, നീ ഒന്നും പറയാതെ ഇവിടേക്ക് വന്നത്? അതെ അച്ഛ, പോകുക. ഒരു കപ്പ് ചായ സമാധാനത്തോടെ കുടിക്കട്ടെ. എത്ര ദിവസമായി ഞാൻ സമാധാനമായി ചായ കുടിച്ചിട്ട്. അമ്മേ, ചായയുടെ കൂടെ റസ്കും കുറച്ച് ഏലക്കയും ഇട്ടതാ. ദാ വന്നല്ലോ എന്റെ പുന്നാരമോൾ. ഇവിടെ കാജൽ സമാധാനമായി നൈറ്റ് സ്യൂട്ടിലിരുന്ന് ചായ കുടിക്കുകയായിരുന്നു. അവിടെ അവളുടെ അമ്മായിയമ്മ വീട് മുഴുവൻ തിരഞ്ഞു. ഞാൻ ടെറസിൽ പോയെന്ന് നോക്കട്ടെ. പെട്ടെന്ന് കാജലും വന്നു. കാജൽ, നീ പുറത്തെവിടേക്ക് പോയതാ? പിന്നെ നൈറ്റ് സ്യൂട്ടിൽ എവിടെ പോയതാ? നിങ്ങൾ ഉറങ്ങുമായിരുന്നല്ലോ. ഞാൻ ചായ കുടിക്കാൻ പോയതാ. ഞാൻ അമ്മയുടെ വീട്ടിൽ ചായ കുടിക്കാൻ പോയതാ. അവിടെ നിന്നാ വരുന്നത്. ആരോടും പറയാതെ ആരെയും അറിയിക്കാതെയാണോ നീ അവിടേക്ക് പോയത്? അമ്മായിയമ്മ പറയുന്നത് കേട്ട് ദേഷ്യം വന്ന് കാജൽ മിണ്ടാതെ അവിടെ നിന്നും പോയി. അന്നു മുതൽ തുടങ്ങി അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പോരാട്ടം. അമ്മയ്ക്കറിയാമോ, അവിടത്തെ അമ്മ വീട്ടിലെ ഒരു കാര്യവും ചെയ്യില്ല. എല്ലാം ഞാൻ തന്നെയാ ചെയ്യുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ എന്തിനാ എപ്പോഴും ഇങ്ങോട്ട് വരുന്നതെന്ന്? വേണ്ടി വന്നാൽ അമ്മയെപ്പോലും അവർ എന്നിൽ നിന്നും അകറ്റും. അയ്യോ, അതെങ്ങനെ വരുന്നത് നിർത്താൻ പറ്റും? ഇത് സംസാരിക്കണമല്ലോ. ഞാൻ ഇന്ന് തന്നെ അവിടെ വന്ന് സംസാരിക്കാം. ആദ്യമൊക്കെ അയൽവക്കം എന്തിഷ്ടമായിരുന്നു. ഇപ്പോൾ ഒരു ബന്ധം വന്നപ്പോൾ അവർക്ക് ഇത്രയും അഹങ്കാരം കയറിയോ? അത് വിടമ്മേ. എനിക്ക് എപ്പോഴൊക്കെ വരാൻ തോന്നുന്നോ ഞാൻ വരും. എനിക്ക് അവരോട് പറഞ്ഞിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. അമ്മ ടെൻഷൻ അടിക്കണ്ട. ഞാൻ എന്നും എന്റെ വീട്ടിൽ ചായ കുടിക്കാൻ വരും. ഞാൻ പോകുക. വിനയ് ഓഫീസിൽ നിന്നും വരാൻ സമയമായി. കാജൽ വീട്ടിലേക്ക് പോയപ്പോൾ എല്ലാവരും അവളെ നോക്കിക്കൊണ്ടിരുന്നു. കാജൽ, നീ അമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്നോട് പറഞ്ഞില്ല അവിടേക്കാണ് പോകുന്നതെന്ന്. ശരി, കുഴപ്പമില്ല. നമ്മുടെ മധുവിന്റെ അമ്മായിയമ്മയില്ലേ നാട്ടിലെ, അവർ 2 ഡബ്ബ നെയ്യ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല നാടൻ നെയ്യാണത്. 1 കിലോ ഇവിടെ വെച്ചിട്ട് മറ്റൊരെണ്ണം നിന്റെ അമ്മയ്ക്കും കൊടുത്തേക്കാം. ഒരുപാട് നെയ്യ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് പോയിട്ട് വരട്ടെ. അവരെ കാണുകയും ചെയ്യാം, നെയ്യും കൊടുക്കാം. അമ്മ, എന്റെ അമ്മയ്ക്കോ? അയ്യോ, അത് നിന്റെ അമ്മ മാത്രമല്ല, എന്റെ കൂട്ടുകാരി ആശയുടെ വീടും കൂടിയാണത്. വിനയ്, ഞാനും മോളും പോയി വരാം. കുറച്ചുനേരം കഴിയും. നിനക്ക് ചായ കുടിക്കണമെങ്കിൽ അങ്ങോട്ടേക്ക് വന്നോ. ഹാ, ശരിയമ്മേ. കാജൽ, നീ നിന്റെ വീട്ടിൽ പോയി ചായ ഉണ്ടാക്ക്, ഞാൻ വരാം. തന്റെ അമ്മായിയമ്മയുടെ പെരുമാറ്റം കണ്ട് കാജൽ അമ്പരന്നുപോയി. കാജൽ, നീ ആലോചിക്കുന്നത് ഇതല്ലേ എനിക്കെങ്ങനെ പെട്ടെന്നിങ്ങനെ സ്നേഹം വന്നെന്ന്? ഞാൻ ഒരുപാട് ചിന്തിച്ചു. അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ മക്കളിൽ നിന്നും അകന്നു താമസിക്കേണ്ടവരല്ല. എന്തിന് മകളെ മാതാപിതാക്കളിൽ നിന്ന് അകറ്റണം? മകനെപ്പോലെ മകൾക്കും അവരുടെ വീട്ടിൽ പോകാൻ അവകാശമുണ്ട്, എപ്പോൾ വേണമെങ്കിലും. തന്റെ മാതാപിതാക്കളെ നന്നായി നോക്കാൻ. അതുകൊണ്ടല്ലേ ഞങ്ങളുടെ മകനെ എപ്പോഴും കൂടെ തന്നെ വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു മകൾക്കും കാണില്ലേ സ്വന്തം മാതാപിതാക്കളെ കാണാനുള്ള ആഗ്രഹം? ഇപ്പോൾ മധു വന്നപ്പോൾ ഞാനും വിനയുടെ അച്ഛനും ഒരുപാട് സന്തോഷിച്ചു. മധുവും വീട്ടിലേക്ക് വന്നപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. അതുപോലെ നീയും ഇവിടേക്ക് വരുമ്പോൾ നിന്റെ അച്ഛനും അമ്മയും സന്തോഷിക്കില്ലേ? കാജൽ, ഇനി നിന്റെ അമ്മയുടെ വീട്ടിലേക്ക് വരാൻ ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഒരാളുടെ അനുവാദവും നീ വാങ്ങിക്കേണ്ട. നിനക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. എന്നെ മനസ്സിലാക്കിയതിന് നന്ദി അമ്മേ. സുമിത്ര പറയുന്നത് കേട്ടപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. 2 പേരും പരസ്പരം കെട്ടിപ്പിടിച്ചു. അതിനുശേഷം കാജലിന് അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ ആലോചിക്കേണ്ടതായേ വന്നില്ല. അതിൽ അമ്മയ്ക്കും അമ്മായിയമ്മയ്ക്കും ഒരു പ്രശ്നവുമില്ലായിരുന്നു. Thanks for watching.